യോ ബാഡി യോ ബാഡി. സരളെ ഒരു കാര്യം ചെയ്യട്ടെ. ആ യു നോ ആർട്ടിക് എഫ് ആ ഞാനാണ് കേട്ടോ. യു ലുക്ക് സോ ഹാൻസം. നിന്റെ ലൈവിലേക്ക് വന്ന കമന്റ് ഇട്ടില്ലേ? ഓ ആൻസറി എന്നാ പരിപാടി? സ്ട്രീമിങ്ങാ? സ്ട്രീമിങ് ആരെങ്കിലും കിട്ടിയാ? ആ കൊറേ പേര് കിട്ടി. ഞാൻ വിചാരിച്ചില്ല, എനിക്കറിയില്ല ഫാൻസ് ഒന്നും ഞാൻ വിളിക്കത്തില്ല, ഫാമിലിയിൽ തന്നെ വിളിക്കത്തുള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും പേർക്ക് എന്നെ മനസ്സിലാവുമോ ഇതിനകത്ത്. ഞാൻ ചുമ്മാ പിന്നെ ഫേമസ് അല്ലേ മോളെ, നിന്നെ പിന്നെ അറിയാതിരിക്കുവോ? എന്റെ അമ്മയ്ക്ക് വരെ നിന്നെ അറിയും. അന്നൊരിക്കൽ ഞാൻ നിനക്ക് കമന്റ് ഇടുന്നതില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷേ ഇത്രയും പേര് നമ്മളെ അറിയുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒമേഗയിൽ അത് നീ ഗെയിം മാത്രം കളിച്ചോണ്ടിരിക്കുന്നതായിരുന്നു. അതിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും. അതെല്ലേ? ഓ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പഴാണ് മനസ്സിലാവുന്നത്. പിന്നെ എന്തെല്ലാം വിശേഷം? എവിടെ വീട്? എന്റെ പാലക്കാട്. പാലക്കാടോ? അടിപൊളി. ഞാൻ നിന്നെ കിട്ടാൻ വേണ്ടി കേറിയതാ വേണേ. ഞാൻ മറ്റേ കണ്ണപ്പൻ വിളിച്ചു തന്നെ, എടാ എനിക്ക് മറ്റേ ചേച്ചിനെ കിട്ടിയ ചേച്ചി റോക്സാനി ഓ അവളാ ഞാൻ ഓ അവളാ, അത് ശരി. എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ അവളെ പിടിച്ചു ഞാനും അവനെ പോലെ മറ്റേ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇങ്ങനെ ഒമേകളുടെ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഓരോ പെമ്പിള്ളേരെ ഇങ്ങനെ വീഴ്ത്തുക. ഓരോ പെമ്പിള്ളേരെ വീഴ്ത്തുന്നതാണോ നിന്റെ എന്റർടൈൻമെന്റ്? എന്റെ എന്റർടൈൻമെന്റ് ഒന്നും ഞാൻ എന്നാ വെച്ചാൽ ഞാൻ മറ്റേ ഫീൽഡ് നിർത്തി, ഗെയിമിംഗ് ഫീൽഡ് നിർത്തി. ഏതായിരുന്നു? ഞാൻ ഫ്രീ ഫയർ സ്ട്രീമർ ആയിരുന്നു. അതിലായിരുന്നു മറ്റേത്. എന്റെ മറ്റേ ആർട്ടിക് എഫ് മെയിൻ അക്കൗണ്ട് ഉണ്ട്. അതെ. എന്നിട്ട് അതിലിപ്പോ ഞാൻ മൂവി കണ്ടന്റ് ഇടാൻ തുടങ്ങി. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണ്ടേ? വെറുതെ നമ്മള് ചുമ്മാ ഇരുന്നിട്ട് കാര്യമല്ലോ. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. അതിപ്പോ എന്താ ഒരാഴ്ച 1K സംതിങ് ആയിട്ടുണ്ട്. സെറ്റ് ആക്കണല്ലോ. അടിപൊളി. എല്ലാം കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്താൽ എല്ലാം അടിപൊളിയായിരിക്കും. നോ പ്രോബ്ലം. ഞാൻ ഇപ്പൊ ലൈവ് നിർത്തിയതാ. പിന്നെ നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോ റെക്കോർഡിംഗ് ഓൺ ആക്കി അങ്ങ് കയറി. അടിപൊളി. പിന്നെ അതിന്റെ കണ്ട സ്ഥിതിക്ക് നിന്റെ കയ്യൊന്ന് കാണിച്ച് ഒരു കാര്യം പറയട്ടെ. യുവർ ഹാൻഡ് ലുക്സ് ഹെവി, ക്യാൻ ഐ ഹോൾഡ് ഇറ്റ് ഫോർ യു? എങ്ങനെ കഴിവൊക്കെ കിട്ടി എനിക്ക് ഇത് വന്നിട്ട്? എന്ത് കഴിവ്? ഞാൻ ജോലിസ് നോക്കാനാണ്. എങ്ങനെ കൊണയടിക്കാനുള്ള കഴിവ് കിട്ടി മതി വന്നിട്ട്? എടാ കൊണയടിക്കാനുള്ള കഴിവ് വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കൊണയടി മാത്രം അടിക്കാറിയത്തുള്ളൂ. വേറെ ഒന്നും എനിക്കറിയത്തില്ല. നിന്റെ ലൈവിൽ എന്നെ സ്കിപ്പാക്കാൻ പറയുന്നതായിരിക്കോ? അതറിയാം, അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പം ഈ ഇതിൽ ഒമേഗിൽ കയറുന്ന ആരും പറയുന്ന കേൾക്കാറില്ല. ഇവര് കണ്ണപ്പം വിളിച്ച് കാര്യം തന്നെ എന്നെ അവിടുത്തെ കമല പിള്ളേരൊക്കെ ഊക്കിയടാ മുത്തേ. ഇല്ല ചുമ്മാ പിന്നെ ഫുഡ് കഴിച്ചോ നീ? ഇല്ലല്ല, എനിക്ക് കുറച്ച് ഞാൻ കഴിക്കുമ്പോ 3 മണിയാവും. ഓ ഡാർക്ക് സമയത്തൊക്കെ ഫുഡ് കഴിക്കണോട്ടോ. ഷോ ആവേ. നീ കഴിച്ചാ? ഞാൻ കഴിച്ചില്ല, ലൈവ് വേണ്ടി. പിന്നെ അല്ല ഇന്നപ്പോ എന്താ സ്ട്രീം ഉദ്ദേശം? RP ഒന്നുമില്ല? ഇല്ലില്ല, ഞാനിപ്പോൾ RP കുറച്ചധികം നാളായിട്ട് നിർത്തി വെച്ചേക്കും. എനിക്ക് RP ഒരു ഫ്ലോ കിട്ടുന്നില്ല. അപ്പം കൂടെ ഉള്ള കളിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉള്ളവരൊക്കെ തിരിച്ച് കയറുമ്പം ഞാൻ കയറും, അത്രേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഏതോ ഒരു RP കൊണ്ട് കയറി. അന്ന് എനിക്ക് RP അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ എന്തോ പോയി കൊണച്ച് എന്നെ അന്ന് തട്ടി. ഓ എടാ അങ്ങനെ സീനാണ്, അങ്ങനെ സീനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം അറിയാവുന്നവരില്ലാതെ RP കളിച്ചാൽ സീനാവും. അത് ശരിയല്ലേ? സീനാവും. നമുക്ക് നമ്മുടെ ഒരു സർക്കിൾ വേണം RPക്കകത്ത് എപ്പോഴും, അല്ലെങ്കിൽ സീനാവും. പിന്നെ എന്നെ നീ ഇപ്പൊ കാര്യം പറയല്ലോ, നീ വരാത്ത മുമ്പ് നമ്മളായിരുന്നു ഇത്തിരി ഒമേകളിലൊക്കെ എല്ലാവരും നമ്മളെ നോക്കി. ഇപ്പൊ കേട്ട് ഏട്ടാ റോക്സിനെ കിട്ടിയോ? ഞാൻ മുത്തേ ഞാൻ ഒരു കാര്യം വിട്ടെ, നീ നേരത്തെ എന്നെ കിട്ടിയോന്ന് ചേച്ചി ആള് മാറി ചോദിച്ചപ്പോ എല്ലാരും അല്ല കേരളത്തിൽ നിന്നൊരു പെണ്ണ് കേറി വരട്ടടാ, അത്രേ ഉള്ളൂ, സിമ്പിൾ. നീ കയറി നമുക്കാണ് സന്തോഷം. താങ്ക് യു സോ മച്ച്. സെറ്റ്. അപ്പം ഈ സമയത്ത് ഞാൻ ചില ദിവസം വരും, അപ്പൊ കാണണം. ഇന്നല്ല കാണാം. ചാറ്റടി കാണാം. ബൈഡാ, പോട്ടെ. ബൈ.